അത് കൂടുതൽ ടെക്നീഷ്യന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ടെക്നീഷ്യന്മാർ കാര്യം ഒരു പയ്യൻ എന്നുള്ളൊരു തോന്നൽ ഫസ്റ്റ് ഇമ്പ്രഷനേ ഉള്ളായിരുന്നു. പിന്നീട് നമ്മളത് ഒരാളുമായിട്ട് ഡീലിങ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ ഫീലിങ്ങുകൾ എല്ലാം മാറുമല്ലോ. കാര്യം നമുക്ക് നമ്മുടേതായ രീതി, നമുക്ക് ഇന്നത് മതി എന്ന് പറയുന്നവർ. പിന്നെ ഞാൻ എല്ലാവരുമായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പിലാണ്. നമ്മുടെ ഒരു പ്രായമായിരിക്കാം, നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ തന്നെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. മീൻസ് നമ്മളവിടെ ഒരു സിനിമ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അങ്ങ് മാറി നിൽക്കാതെ അങ്ങനത്തെ ഉള്ളൊരു കാലവും കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈൻ, ഒരു കൂട്ടായ്മ അല്ലെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ തോട്ടിൽ അല്ലെ നമ്മുടേതായ ഐഡിയയിൽ നമുക്കുണ്ടാകും. ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇപ്പം അതിൻ്റെ ഒരു സിനിമ എല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആളുടെ കഴിവ് വേണം. ഒരു സംവിധായകൻ ഒരു കഥ ഇത് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ആ ഡയറക്ടർക്ക് വേണം. ഒരു ക്യാമറമാൻ അത് ഇന്ന ഷോട്ട് എന്ന് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിലും നല്ലൊരു ഷോട്ട് എടുത്ത് കൊടുക്കാൻ ഡയറക്ടർക്കും വേണം. അപ്പം ഇങ്ങനെയുള്ളൊരു എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ആയതുകൊണ്ടിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് മാത്രം അവിടെ ഒരു ഷൈൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഉള്ളൊരു സംഭവമായിട്ടല്ല ഞാൻ സിനിമയെ കാണുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, എല്ലാവരുടെയും കഴിവ് അതിലുണ്ട്. അതിൽ എൻ്റേതായ കഴിവ് അല്ലെങ്കിൽ എൻ്റേതായ ഒരു പാർട്ട് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചർച്ചകളിലുണ്ടായിരിക്കാം. പക്ഷേ പ്ലസ് നമ്മൾ പൈസയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് സിനിമ. അല്ലാണ്ട് മാറി നിന്ന് ഞാനാണ് എൻ്റെ പ്രൊഡ്യൂസർ, ഞാനാണ് അതിൻ്റെ അകത്ത് പൈസ മുടക്കിയെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ഒരു കാര്യമില്ല. കൂട്ടായ്മയുടെ ഭാഗമാണ് സിനിമ. അതെല്ലാവരും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാണേലും ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്. ചില സിനിമകൾ ഹിറ്റാകുന്നത് അവരുടെ സിനിമ ഹിറ്റായെന്നൊന്നും ഒരിക്കലുമില്ല. ഒരു ഡയറക്ടർ, ഒരു കഥാകൃത്ത് ആദ്യം ഒന്നൊരു കഥ പറയുമ്പോൾ അതിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ടൈം എടുത്തെന്നിരിക്കും. ആ ടൈം എടുത്ത് വളരെയധികം നന്നായിട്ട് കൊണ്ടുപോകുമ്പം എല്ലാവരുടെയും ഭാഗത്തോടെ ഇപ്പം ശരിക്കും സാധാരണ രീതിയിൽ ഒരു സിനിമ വന്നു കഴിയുമ്പം അതിൻ്റെ ഒരു ഡയറക്ടർക്ക് ഒരു നന്ദി പറയുന്ന ചടങ്ങിലാണെങ്കിലും ഒരു ഡയറക്ടർക്കേ ഉള്ളൂ സാധാരണ ഒരു താങ്ക്സ് പറയുള്ളൂ. എൻ്റെ ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസറൊന്നും അവിടെയെങ്ങും ഞാൻ പല ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ പല അവാർഡ് ചടങ്ങുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പ്രൊഡ്യൂസർക്കൊരു താങ്ക്സ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എത്രയോ ചാനൽ പ്രോഗ്രാം നടന്നിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അത് ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു സംഭവമല്ല. കാരണം എനിക്കൊരു വർഷത്തിൽ 1 പടം 2 പടമേ ഉള്ളൂ എടുക്കാൻ പറ്റുള്ളൂ. ഒരു വർഷം മലയാള സിനിമയിൽ 120 സിനിമകളോളം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കാര്യം നമ്മളൊരു അവസരത്തിൽ ഒരു വീട്ടിലിരുന്ന് അല്ല വേറൊരു സദസ്സിലിരുന്ന് ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോൾ നമ്മളെടുത്ത സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുവും. ആ അവാർഡ് ചടങ്ങിൽ അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് പറയാത്തപ്പം ഉണ്ടാകുന്ന അന്നേരം നമുക്ക് തന്നെ തോന്നിയാലും കൂടെ ഇരിക്കുന്ന ഒരാളെ ഒന്ന് കിള്ളിയിട്ട് നമുക്കിട്ട് ഒന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ സിനിമ. ഒരു ആക്ടറുടെ മാത്രമല്ല ഒരു സിനിമ. നമ്മളിപ്പോൾ ഏത് അവാർഡ് ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയാൽ കൂടി അത് പ്രൊഡ്യൂസർ അയച്ചു കൊടുക്കുമ്പോഴാണ്. ഓരോ അവാർഡ് കിട്ടുമ്പോഴും അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ DD എടുത്ത് അയച്ചു കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അയച്ചു കൊടുത്ത് അത് അതിൻ്റെ പേപ്പർ വർക്ക് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം ഇന്ത്യൻ മനോരമയ്ക്ക് സെലക്ട് ചെയ്താലും നാഷണലിന് അവാർഡിന് സെലക്ട് ചെയ്യണേലും സ്റ്റേറ്റിന് സെലക്ട് ചെയ്യണേലും അങ്ങനെ ഓരോ അവാർഡുകൾക്കും നമ്മളിത് അയച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരു അവാർഡ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയൽ ചടങ്ങിൽ അത് അതിൻ്റെ പ്രൊഡ്യൂസറേയും കൂടെ ഓർക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് പറയണം പ്രൊഡ്യൂസറാണ് അങ്ങനെ പേര് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടിട്ട് ഇത് ചെയ്തതാണ്. ഈവൻ എനിക്കത് അറിയില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു താരമായിട്ട് നമ്മൾ ഒരു കമ്പനി ഇത് ചെയ്യുമ്പോൾ അവർ പറയുന്ന റെമ്യൂണറേഷൻ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മളിപ്പോൾ ഒരാൾ മാത്രം ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടിട്ട് ഒരാൾ മാത്രം റിസ്ക് എടുക്കുന്ന ഒരു ഫീൽഡിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അവരോട് മനസ്സിലാക്കണം ഇത് ഇത്ര രൂപയാണ് ഇതിനൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഷുവർട്ടി ഉള്ളൊരു ഫീൽഡല്ലല്ലോ സിനിമ. ഒരു വർഷം 120 സിനിമ ഇറങ്ങുമ്പം 10 സിനിമകളാണ് അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്ന സിനിമകൾ. അത് ബാക്കി 110 പ്രൊഡ്യൂസറും പുറത്തുനിന്നുള്ള പുതിയ പ്രൊഡ്യൂസർമാരായതുകൊണ്ടിട്ടാണ്.
ഒരു 10-15 പേരേ ഉള്ളൂ വീണ്ടും സിനിമകൾ എടുക്കുന്നുള്ളൂ. അതും ഹിറ്റുകൾ അല്ലെങ്കിൽ നഷ്ടമില്ലാതെ മുതലാണേലും പിടിച്ച് നിന്നാൽ മാത്രമേ വീണ്ടും സിനിമകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, എല്ലാവരും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ വീണ്ടും ഡബിൾ, ട്രിപ്പിൾ, ഫോർബിൾ അങ്ങ് ആവുകയാണ്. ഇപ്പോൾ കിലുക്കിക്കുത്ത് നമ്മൾ ഇപ്പോൾ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡബിളേ ഉള്ളൂ. ഇത് ഡബിളും അല്ല, ഇത് ട്രിപ്പിൾ, ഫോർബിൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഒരു ആദ്യം അന്തമില്ലാത്ത രീതിയിലുള്ള ഒരു റെമ്യൂണറേഷൻ ഭാഗം ആർക്കാണേലും എന്തും പറയാം എന്നുള്ളൊരു സിനിമ വിജയിച്ചിട്ട് പോലുമല്ല. ഈ നമ്മളിപ്പം ഒരു 50 ദിവസം ഒരു പടം ഓടി എന്ന് പറയുമ്പം അതിന് 10 കോടി രൂപ അല്ല 5 കോടി രൂപ ലാഭം കിട്ടിയെന്നല്ല, അത് ഓടി. അത് നമ്മൾ റിലീസ് ചെയ്ത മുഴുവൻ തിയേറ്ററിൽ ഓടിയെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ആ ഒട്ടിക്കുന്ന സ്ഥലത്ത് ഓടി എന്നുള്ളതല്ലാണ്ടിട്ട് എല്ലാ സ്ഥലത്തും ഓടിയെന്ന് അങ്ങനെ ജനങ്ങൾ കാണുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. താരങ്ങൾ ഇപ്പം ഹിന്ദിയിലൊക്കെ ആണെങ്കിലും തമിഴിലൊക്കെ ആണെങ്കിലും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പം താരങ്ങൾ ആ പടത്തിൻ്റെ പ്രൊമോഷൻ ഇപ്പം വിജയിച്ചില്ല, ഒരു പടം വിജയിച്ചില്ല എന്നോർത്ത് അതിൻ്റെ പ്രൊമോഷൻ പുറകിന് പോകാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കിന് പോകേണ്ടത് അനിവാര്യമാണ്. കാര്യം ഹിന്ദി സിനിമകളിലൊക്കെ ആണെങ്കിലും ഇപ്പം അമീർ ഖാൻ അങ്ങനെ ഷാരൂഖ് ഖാൻ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് അവരായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ചാനലുകളുമായിട്ട് ടൈപ്പ് ചെയ്ത്. അങ്ങനെ ഇപ്പം ഇവിടെ ഒരു 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 നടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാനലിനൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വരെ കിട്ടാൻ പാടാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞു. അന്ന് ആ പടത്തിൻ്റെ സമയത്തിന് അവരെ ആവശ്യമുണ്ട് താനും. ഇതിന് പ്രൊമോഷൻ കൊടുക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചാനലുകാരാണ്, അല്ലെ മാഗസിന്. അങ്ങനെയാണെന്ന് ഇവർ ചില സമയത്ത് വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അത് എനിക്കും അറിയാൻ മേലാത്തൊരു ആൻസറാണ്. ഇവരെന്തുകൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? നമുക്കൊരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമേനെ 100% പ്രൊമോട്ട് ചെയ്യാനൂടെ ഇവർ ഒരാഴ്ച കണ്ടെത്തി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു ദിവസം 18-ാം തീയതി ഒരു പടം തീർത്തിട്ട് 19-ാം തീയതി മുതൽ അല്ലെ 18-ാം തീയതി നൈറ്റ് മുതൽ അടുത്ത പടത്തിന് കോൾ ഷീറ്റ് കൊടുത്തേക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പം മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തമിഴിലൊക്കെ എന്ന് പറയുന്നത് ഒരു 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 സൂപ്പർ സ്റ്റാർ ഒരു വർഷത്തിൽ ഒരു പടം അല്ല 2 പടം അങ്ങനെ അവർക്ക് ദിവസങ്ങളുണ്ട്. ഇവിടെന്ന് പറഞ്ഞാൽ ഒരു താരത്തിന് 15 പടം അല്ല 8 പടം 5 പടം അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവരൊക്കെ ഒരു പടത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ മലയാള സിനിമാ വ്യവസായം കുറേയും കൂടി മെച്ചപ്പെടുമായിരുന്നു.